ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീന യാത്രവേളയിൽ കേറി ഇരുന്ന മലയുടെ മുകളിൽ സൗർ മലയാണ് ആ മല. ആ മലന്റെ പേരെന്താ? സൗർ മല. അതിന്റെ മേലെ കേറിയിട്ട് അല്പം ഒന്നങ്ങോട്ട് നീങ്ങിയാൽ അവിടെ ഒരു ഗുഹയുണ്ട്. അതിന്റെ ചരിത്രം ബസ്സിൽ നിന്ന് കുറെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞപ്പോ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ആ മല പറഞ്ഞു, യാ റസൂലല്ലാഹ്, സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. 3 ദിവസം താമസിക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പാമ്പ് പടിയിൽ തലവെച്ച് കടന്നു. അവിടെ കണ്ട ഒരു പൊത്ത് വലത്തേക്കാലിന്റെ തള്ളവിരല് കൊണ്ട് അടച്ചപ്പോ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്ന് കാത്തിരിക്കുന്ന ഒരു പാമ്പുണ്ട്. റസൂലുള്ളാഹിനെ കാണണം, റസൂലുള്ളാഹിനെ കാണണം എന്നൊരൊറ്റ ലക്ഷ്യമാണ് ആ പാമ്പിനുള്ളത്. പക്ഷെ റസൂലുള്ളാഹി വന്ന ദിവസം റസൂലുള്ളാഹിനെ കാണാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത സങ്കടം കൊണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ആ പാമ്പ് ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിലൊന്ന് കൊത്തി. മുഖത്ത് വീണപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, എന്താ സിദ്ദീഖ് എന്നോരെ കരയുന്നത്? ആ സമയത്ത് വിഷയം പറഞ്ഞു. റസൂലുള്ളാഹി തുപ്പുനീര് പുരട്ടി കുടിക്കാൻ കൊടുത്തു. വിഷമിറക്കിയത് അതിന്റെ മേലെ നിന്നാണ്. മറ്റൊരു സംഭവമുണ്ട്, ഒരു മാർഗവുമില്ല, പാറമ്മല് വെള്ളമുണ്ട്. ആ സമയത്ത് പറഞ്ഞത്, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരവുമുള്ള വെള്ളമാണ് റസൂലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് ശത്രുക്കളെ മക്ക മുഴുവനും മരിച്ചു പെറുക്കി ഈ മലയുടെ മുകളിലും എത്തിയിരുന്നു. ഇവിടുന്ന് ആലോചിച്ചോക്കി വേറെ അങ്ങോട്ട് പോകാൻ കഴിയൂല. പറഞ്ഞു, റസൂലേ, അവനെങ്ങാനും അവന്റെ ചെരിപ്പടിക്കാലിന്റെ അടിയിലൊന്ന് നോക്കിയാ നമ്മളെ കാണൂലേ? പേടിക്കേണ്ട സിദ്ദീഖേ, അന്ന് നമ്മുടെ കൂടെ അന്നുണ്ട്. അങ്ങനെ എത്രയിലേക്ക് പോകുന്നത്? മദീനയിലേക്ക് പോയി കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോ ഒരു ജംഗ്ഷനാണ്. സീത്ത എന്ന് കാണാം. ഈ നാട്ടിൽ നിന്നാണല്ലോ പോകുന്നത്, എനിക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. ഈ സമയത്താണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്.